നമസ്കാരം. കേരളത്തിലെ വ്യാവസായിക വളർച്ചയെക്കുറിച്ചുള്ള തന്റെ നിലപാട് തിരുത്തി കോൺഗ്രസ് എം പി ശശി തരൂർ. വെറും കടലാസുകൾക്കപ്പുറം കൂടുതൽ MSME സ്റ്റാർട്ടപ്പുകൾ ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് എക്സ്പോസ്റ്റിൽ ഞായറാഴ്ച തരൂർ ഒരു വാർത്താ റിപ്പോർട്ട് പങ്കിട്ടു. അത് അവകാശപ്പെടുന്നത് പോലെ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല വ്യാവസായിക വളർച്ച എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളത്തിൽ 42,000-ത്തിലധികം MSMEകൾ അടച്ചുപൂട്ടിയതായും അതിന്റെ ഫലമായി കുറഞ്ഞത് 1,03,764 തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഫെബ്രുവരി 10-ന് നിയമസഭയിൽ വിശദമായി മറുപടി നൽകിയതായി സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് വാർത്തയെ അടിസ്ഥാനരഹിതം എന്ന് തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ കേരളത്തിൽ 1,700 MSMEകൾ അടച്ചുപൂട്ടിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അടുത്തിടെ പാർലമെന്റിൽ പ്രസ്താവിച്ചതായി രാജീവ് ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ 30% MSMEകളും ആദ്യ വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടുമ്പോൾ കേരളത്തിൽ ഇത് 15% മാത്രമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെക്കുറിച്ചുള്ള തരൂരിന്റെ സമീപകാല പരാമർശങ്ങൾ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിനുള്ളിൽ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ വ്യാവസായിക നയത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം മുമ്പ് പ്രശംസിച്ചിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിച്ചു. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനായി കോൺഗ്രസ് നേതൃത്വം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കേരളത്തിലെ നേതാക്കളുമായി ഒരു മസ്തിഷ്ക പ്രക്ഷോഭ സെഷൻ നടത്തിയതിന് 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.